ടെലിവിഷനിലെ ജനപ്രിയ താരങ്ങളെല്ലാം ഒന്നിച്ചണിനിരക്കുന്ന പരിപാടിയാണ് അരം പ്ലസ് അരം കിന്നരം. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പരിപാടിയിലെ വിശേഷങ്ങളെല്ലാം വൈറലായി മാറുന്നുണ്ട്. പാട്ടും ഡാൻസും അഭിനയവുമൊക്കെയായി താരങ്ങളെല്ലാം സജീവമാണ്. ആര്യയും ശ്വേതാ മേനോനും ഉൾപ്പെടെയുള്ളവരും ഷോയിലുണ്ട്. ശ്വേതാ മേനോനാണ് പരിപാടി നയിക്കുന്നത്. ഉദ്യോഗഭരിതമായ രംഗങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന പ്രൊമോ വീഡിയോയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. ലക്ഷ്മിപ്രിയ ഷോയിൽ നിന്നും മാറിയോ എന്നാണ് പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ ചോദ്യം. അരം പ്ലസ് അരം കിന്നരത്തിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ലക്ഷ്മിപ്രിയ. പരിപാടിയിൽ നിന്നും ലക്ഷ്മിപ്രിയ പോയോ എന്നുള്ള ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ. പരിപാടിയുടെ പ്രൊമോ വീഡിയോ വൈറലായി മാറിയതോടെയാണ് ആരാധകരും ചോദ്യങ്ങളുമായി എത്തിയത്. റേറ്റിംഗ് കൂട്ടാനുള്ള പ്രാങ്കാണോ ഇതെന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സംവിധായകൻ സിദ്ദിഖ് അതിഥിയായി എത്തിയ എപ്പിസോഡിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. സീരിയലിൽ കാണിക്കുന്ന തരത്തിലുള്ള പെണ്ണുങ്ങളുടെ നുണയും കുറ്റവും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ മുഖത്തു നോക്കി പറയാമായിരുന്നു. 19 പേര് 1 മണിക്കൂർ ഇവിടെ ലക്ഷ്മിക്കായി കാത്തിരിക്കുകയാണ്. ലക്ഷ്മി ഒരു സാരി ഉടുത്ത് വരാൻ വേണ്ടി എന്നായിരുന്നു സാജൻ ലക്ഷ്മിയോട് പറഞ്ഞത്. ചേട്ടാ അല്ല എന്ന് പറഞ്ഞ് തൻ്റെ ഭാഗം പറയാൻ ശ്രമിക്കുന്ന ലക്ഷ്മിപ്രിയയും വീഡിയോയിൽ കാണുന്നുണ്ട്. ഞാൻ വരുന്ന ദിവസം തന്നെ ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്. നിങ്ങളുടെ തലയിൽ ആരും ബോംബൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന പ്രീതയെയും വീഡിയോയിൽ കാണുന്നുണ്ട്. എനിക്ക് ഫ്ലോറിൽ ഇരിക്കാനായി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ലക്ഷ്മി അങ്ങനെയല്ലെന്ന് പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാജൻ സൂര്യ ശ്രമിക്കുന്നുണ്ട്. സാജൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയായിരുന്നു ലക്ഷ്മിപ്രിയ. വികാരഭരിതയായി പുറത്തേക്ക് പോയ ലക്ഷ്മിക്ക് പിന്നാലെ സാജനും രാജേഷും ചെല്ലുന്നതും വീഡിയോയിൽ കാണുന്നുണ്ട്. ലക്ഷ്മി പോയതോടെ താരങ്ങളെല്ലാം ആശയക്കുഴപ്പവുമായി നിൽക്കുന്നതും വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒളിച്ചുവെച്ച പോര് മറനീക്കി പുറത്തുവരുന്നു അരം പ്ലസ് അരം ഭിന്നിപ്പിലേക്ക് എന്നാണ് പ്രൊമോ വീഡിയോയിൽ പറയുന്നതും.